ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രം പോരാ ഒരിക്കലും ഒരാൾ ഫിറ്റായിട്ടിരിക്കാൻ. അതിൻ്റെ കൂടെ ന്യൂട്രീഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസും ഉണ്ട്. നിനക്കൊന്ന് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും കുറയ്ക്കണം. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിലല്ല അവർ ബോധേഡാവുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡയറ്റ് എന്ന് സെർച്ച് ചെയ്താൽ പിന്നെ ലിസ്റ്റ് ഓഫ് ഡയറ്റുകളാണ് വരുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് കൂട്ടാം. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല അടുത്ത ഒരാൾക്കുള്ളത്. അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. ഇപ്പം ഞാൻ ജിമ്മിൽ പോകണു, എനിക്ക് കറക്റ്റുള്ള ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. 12th ഒക്കെ കഴിഞ്ഞ പിള്ളേർ പോലും 5 കിലോയുടെ ഒക്കെ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരും. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞവരും ഇന്ന് ഡയറ്റീഷ്യനും ന്യൂട്രീഷനിസ്റ്റും. ഇപ്പം നമ്മൾ ഏത് ഒരു ജംഗ്ഷൻ ചെന്നാലും നമുക്ക് അവിടെ കാണാൻ ഒരു ന്യൂട്രീഷൻ സെൻറ്റർ. കീറ്റോഡായിട്ട് വെയിറ്റ് ലോസിനുള്ള ഒരു വഴിയല്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ശരിയായ രീതിയിലുള്ളതാണോ നമ്മൾ കഴിക്കുന്നത്? ഒരിക്കലും മീൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പല സ്റ്റഡീസും പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണവരാണ് ഏറ്റവും കൂടുതൽ ഓവർ വെയിറ്റ് കാറ്റഗറിയിലേക്ക് അവസാനം വരുന്നത്. എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ഗട്ട് കറക്റ്റായിട്ടിരുന്നാൽ ഈ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇന്ന് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് അല്ല, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളതിനല്ല, എന്ത് കഴിക്കുന്നു എന്നുള്ളതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഫിറ്റായിട്ടിരിക്കാൻ. ദൈനംദിനം നിരവധി ഡയറ്റുകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെയൊക്കെ പരിണിതഫലം മരണത്തിൽ വരെ കലാശിക്കാമെന്നുള്ള സംഭവങ്ങൾ, നമുക്ക് അടുത്തിടെ അനുഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഡയറ്റ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡയറ്റ് സ്വീകരിക്കാം? ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ ഡോക്ടർ പ്രിൻസി തോമസ് ആണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ഡോക്ടർ വെൽക്കം. പൊതുവെ നമുക്കിടയിൽ ഫിറ്റ്നസ് ചിന്തകൾ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ യൂത്തിനിടയിലായാലും പല ആളുകളും ഫിറ്റ്നസ്സിലേക്കൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ തടിച്ചി എന്നൊക്കെയുള്ള ഒരു വിളിയിലേക്കാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അശാസ്ത്രീയമായി ഡയറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു കുട്ടി മരണപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു സൈഡിലൊരു വാർത്ത വന്നത് ഇതൊരു മാനസിക പ്രശ്നമാണ്, ഒരു അശാസ്ത്രീയമായി ഡയറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന രീതിയിലേക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഡോക്ടർ ഈ ഒരു രോഗം എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ കേട്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ന്യൂസ്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിലൊരു ഈറ്റിംഗ് ഡിസോർഡറാണ് ഈ അനോറക്സിയ നെർവോസ. അപ്പോൾ അത് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഒരു അഡോളസൻ പീരീഡ് മുതൽ ഒരു ഏർലി അഡൽട്ട്ഹുഡ്, അതായത് 12 മുതൽ ഒരു 25 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ളത്. അതും പല പഠനങ്ങളും പറയുന്നു ആൺകുട്ടികളെ കഴിഞ്ഞും പെൺകുട്ടികളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യുന്നതും വെയിറ്റിനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിലാണ്. റീസെൻ്റ്ലി നമുക്കൊരു ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി ഒരു സർവേ നടത്തിയതിൽ നമ്മുടെ ഒരു 7 മുതൽ 8% വരെയുള്ള ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സുമായിട്ട് കടന്നു പോകുന്നതാണെന്നാണ് ഈ റീസെൻ്റ്ലി വന്ന ഒരു സർവേയാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പലയിടത്തും, ഇപ്പോൾ നിംഹാൻസ് പോലത്തെയൊക്കെ ബാംഗ്ലൂരൊക്കെ അങ്ങനത്തെ ഈവൻ സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നടത്തിയ സർവേസിലും പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ജനറൽ കാറ്റഗറിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4% വരെ ഗ്രൂപ്പ് ഓഫ് ഈ ഏജിലുള്ളവർ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡറുകളുടെ കടന്നു പോകുന്നുണ്ട്. ഒരു ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ തന്നെ അത് അവരുടെ ഒരു മെൻ്റലി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി വരുന്ന ഒരു ഇഷ്യൂവും കൂടെയാണ്. എന്നുവെച്ചാൽ ഈ ഒരു ഏജിലാണ് നമ്മൾ ഏറ്റവും ചിന്തിക്കുന്നത്, അയ്യോ എനിക്ക് വെയിറ്റ് കൂടുതലാണോ, അല്ലെങ്കിൽ എനിക്ക് ഈവൻ അവർക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, ആ ഒരു ഏജിനനുസരിച്ചുള്ള വെയിറ്റേ കാണുകയുള്ളൂ. പക്ഷെ അവർ ബോധേഡാവുന്ന അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആ ഒരു പിയർ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും കേട്ടാൽ നിനക്കൊന്ന് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും കുറയ്ക്കണം. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിലല്ല അവർ ബോധേഡാവുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് മാർഗങ്ങളും സ്വീകരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ അത് ഗ്രാജുവലി ഫുഡ് പതുക്കെ ഒഴിവാക്കി വന്നു. പിന്നെ അത് വെള്ളം മാത്രം കുടിക്കലായി. അങ്ങനെ ഈ ഒരു അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് തന്നെ ഫുഡിൻ്റെ അത് എടുക്കുന്നത് തന്നെത്താൻ അങ്ങ് ലിമിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആദ്യം പോർഷൻ കൺട്രോൾ ചെയ്യും, പിന്നെ കുറേ ഫുഡുകൾ കുറച്ച് കഴിക്കും, ആവശ്യത്തിനുള്ള അളവിൽ ഫുഡ് ചെയ്യല്ലാതെ അതൊരു ലോങ് ഡ്യൂറേഷൻ ആകുമ്പം ഇത് നമ്മുടെ ഫിസിക്കലി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായി, മാൽനറിഷ്ഡായി അത് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. നമുക്ക് മലയാളികൾക്കിടയിൽ ഇപ്പം ഓരോ ദിവസവും ഓരോ ഡയറ്റാണ്. യഥാർത്ഥത്തിൽ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താ ആദ്യം ചിന്തിക്കണേ? ശരി, ഡയറ്റ് എന്ന് കേൾക്കുമ്പോഴേ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്ത് കഴിക്കണമെന്നുള്ളത് മാത്രമേ അത് അർത്ഥമാക്കുന്നുള്ളൂ.
പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡയറ്റ് എന്ന് സെർച്ച് ചെയ്താൽ പിന്നെ ലിസ്റ്റ് ഓഫ് ഡയറ്റുകളാണ് വരുന്നത്. അത് നമ്മൾ പോലും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പോലും പരിചയമില്ലാത്ത പേരിലാണ് ഇന്ന് ഡയറ്റുകൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേട്ടാൽ മതി, അതിന് പുറകെ ആൾക്കാർ ഓടും. ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, അല്ലെ എങ്ങനെ വെയിറ്റ് കൂട്ടാം. അതെ, അടുത്ത കാലത്ത് ഇപ്പൊ നമുക്ക് കീറ്റോ ആയാലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയാലും ഒക്കെ തന്നെ ആളുകൾ ചൂസ് ചെയ്യുന്നത് എനിക്കൊന്ന് വെയിറ്റ് ലോസ് എന്നുള്ള ഒറ്റ മാനദണ്ഡത്തിന്റെ ബേസിലാണ്. പക്ഷെ ഒരു വ്യക്തി ഞാൻ എന്ത് ഡയറ്റ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ് അയാൾ ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതിലൊക്കെ നോക്കുമ്പം വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ കിട്ടിയ വെയിറ്റ് കുറയാൻ നമ്മളൊരു ഇതിൽ കാണുക, 1000 കാലറി ഡയറ്റ് അത് നോക്കി എൻ്റെയും വെയിറ്റ് കുറയും, അങ്ങനെയാണ് ആൾക്കാരുടെ ചിന്ത പോകുന്നത്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എനിക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല അടുത്ത ഒരാൾക്കുള്ളത്. അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അത് അവരുടെ ഏജ്, അവരുടെ ഒരു ഐഡിയൽ വെയിറ്റ്, അവർ ഏത് ഏജ് കാറ്റഗറിയിൽ നിൽക്കുന്നു, അവർ ഏത് തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണവരാണ്, ഇതിനൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും വേണ്ടിയ ആ ഒരു കാലറീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പ്രൊഫഷണലി ഇതായിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ്, ഒരു ഡയറ്റീഷ്യന് മാത്രമാണ് ശരിക്കും പറയാൻ പറ്റുള്ളൂ ഇന്ന ഒരാൾക്ക് എത്ര കാലറീസ് വേണം ഒരു ദിവസം. അതിൽ തന്നെ ഇപ്പം എല്ലാവർക്കും ഇപ്പം നമ്മളൊരു 10 പേരെ കണ്ട 10 പേർക്കും 10 പ്രോബ്ലംസ് കാണും. ഇപ്പം ചിലർക്ക് പറയാൻ കാണും എനിക്കൊരു ഹെയർ ഫോൾ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോൺ ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് കുറേ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുണ്ട്. ഒരു ഡയറ്റീഷ്യൻ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തൊരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. അതും ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു റെസ്ട്രിക്റ്റീവ് ഡയറ്റ് അല്ല, അതൊരു ഹെൽത്തി ഡയറ്റ് എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ചെയ്യുന്ന ആ ആളുടെ ഐഡിയൽ വെയിറ്റിന് അനുസരിച്ച് അയാൾക്ക് വേണ്ടിയ കാർബ്സിൻ്റെ, അതായത് പോർഷൻ മാത്രം കാർബ്സിൻ്റെ നമ്മൾ കൺട്രോൾ ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെ വേറെ ഒരു ന്യൂട്രിയൻസിനും ഡെഫിസിറ്റ് വരാൻ പാടില്ല. ഇന്നിങ്ങനെയൊക്കെയുള്ള പല ഡയറ്റുകളുടെയും പുറകെ പോകുമ്പോൾ വന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഭയങ്കര റെസ്ട്രിക്റ്റീവ് ഡയറ്റിലേക്ക് പോകും. അപ്പോൾ അവർ ചിലപ്പോൾ പോർഷനൊക്കെ വളരെ കൺട്രോൾ, നിങ്ങൾ എന്താ രാവിലെ കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ കട്ട് ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്, രാത്രി ഒരു സാലഡ് മാത്രമാണ് കഴിക്കുന്നത്, അല്ല ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി കഴിക്കുന്നത്. അവരവിടെ ബോധേഡല്ല വേറെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ദിവസം ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതിൽ അവർ ലീസ്റ്റ് ബോധേഡാ. ഒരു കോമൺ വേയിലേക്കൂടെ മാത്രം നമ്മൾ പരിചയമുള്ള കുറച്ച് ഭക്ഷണങ്ങൾ. പക്ഷെ അവിടെ വരെ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് ആ ഒരാൾക്ക് വേണ്ടിയ കറക്റ്റ് അളവിലുള്ള പ്രോട്ടീൻസ്. അതായത് ഇപ്പോൾ ഒരു വെയിറ്റ് ഹൈറ്റ് ഒരു 160 സെൻറ്റിമീറ്റർ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു 0.8 ഗ്രാം പെർ kg ബോഡി വെയിറ്റ് പ്രോട്ടീൻസ് അയാൾക്ക് മാൻഡേറ്ററിയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു 50-55 ഗ്രാം പ്രോട്ടീൻ അയാൾക്ക് നിർബന്ധമായിട്ട് വേണം. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റീവ് ഡയറ്റും പിന്നെ ഭയങ്കര എക്സസൈസാണ്. അതൊരു ഓവറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ഫാറ്റ് ലോസിന് പകരം അത് മസിൽ ലോസിലേക്ക് പോവും. അങ്ങനെ അത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസിലേക്ക്, അതിനോടൊപ്പം തന്നെ വേറെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പം ഇത് ഇൻറ്റേർണലി പല ഓർഗൻസിന് തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ടെല്ലാം ഇതെല്ലാം മനസ്സിൽ നോക്കി നമ്മളിതെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് മാത്രമേ വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിപ്പോൾ നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സസൈസുകൾ, ജിമ്മ് മാത്രം ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യാതെ ജിമ്മ് മാത്രം ചൂസ് ചെയ്യുന്ന ആളുകൾ. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ജിമ്മുകൾ ഒരു ന്യൂട്രീഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ സേവനം കൂടി യഥാർത്ഥത്തിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത്തരം സേവനങ്ങൾ എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതി ഇല്ല എന്നല്ല, പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളുകൾ, പക്ഷെ എല്ലാവർക്കും ആക്സസ് ആവുന്ന രീതിയിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യകത ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുറച്ച് ആളുകളെങ്കിലും ഇപ്പം ഞാൻ ജിമ്മിൽ പോകണു, എനിക്ക് കറക്റ്റുള്ള ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ ചില ജിമ്മുകളിൽ പോകണമെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ ജിമ്മിൽ പോകുന്നവർ നമ്മുടെ അടുത്ത് വരും, എനിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. തീർച്ചയായിട്ടും നമ്മളങ്ങനെ നോക്കി വേണം. പിന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പം ജിമ്മിൽ പോകണു, നമ്മൾ ജിമ്മിൽ പോണവരോട് ചോദിച്ചാൽ നമ്മളെ ഞെട്ടിപ്പോവും. 20 മുട്ടയുടെ വെള്ള, 150 ഗ്രാം ചിക്കൻ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ ഈവൻ അതും അയാൾ ചെയ്യുന്ന എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി അയാൾ ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചാണ് അയാൾക്ക് വേണ്ടി പ്രോട്ടീൻസും ഒക്കെ. അപ്പോൾ സാധാരണ ഒരു തെറ്റിദ്ധാരണ, ജിമ്മിൽ പോയി ഇനി നിറച്ച് പ്രോട്ടീൻ അങ്ങ് ചെല്ലണം, എന്നെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് വന്നെങ്കിൽ, അതും ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ച് അയാൾ ചെയ്യണം, ആക്ടിവിറ്റി അനുസരിച്ച് ഒക്കെയാണ് അയാൾക്ക് എത്ര അളവിൽ പ്രോട്ടീൻ വേണം. ഇപ്പം നമ്മളൊന്ന് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ പോലും ഞെട്ടിപ്പോണ അവസ്ഥയിലേക്ക് എത്തും. ഇത്രയും ഫുഡ് സോഴ്സിൽ നിന്ന് തന്നെയുള്ള പ്രോട്ടീൻ
പിന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പം നമ്മളാരെയും ഇങ്ങനെ പറയണ അല്ല, സപ്ലിമെന്റ്സ് ഇപ്പോൾ ജിമ്മിൽ ചെന്നു ആയി വരുന്ന വളരെ ഈവൻ 12th ഒക്കെ കഴിഞ്ഞ പിള്ളേർ പോലും 5 കിലോയുടെ ഒക്കെ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെന്റ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരും. ബോഡി ബിൽഡിംഗ് അല്ലാതെ നോർമലി ഒരു ഫിറ്റ്നസ് ജേർണിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇതേപോലെ പ്രോട്ടീൻ പൗഡേഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങൾ യാതൊരു ആവശ്യം ആസ് എ ഡയറ്റീഷ്യൻ ഉള്ള നിലയിൽ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. അത് നമുക്ക് തന്നെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു മെനു പ്ലാൻ ചെയ്താൽ നമുക്ക് ഫുഡ് സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് യാതൊരു ദോഷവും വരാത്ത രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതിനെന്തെങ്കിലും ഒരു നിയമപരമായ സാധ്യതയുണ്ടോ ഞാൻ ചോദിക്കുന്നത്? ഫിറ്റ്നസ് സെന്റേഴ്സിൽ അല്ലെങ്കിൽ ജിമ്മുകളിലൊക്കെ ഇത്തരത്തിലൊരു ന്യൂട്രീഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ കൂടി വേണം എന്ന രീതിയിലേക്ക് ഇന്ന് അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഗവൺമെൻറ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതോറിറ്റിയുടെ സൈഡിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു ജനറേഷൻ്റെ നമ്മുടെ ഹെൽത്താണ് നമ്മുടെ ഒരു നേഷൻ്റെ വെൽത്ത് എന്ന് പറയണത് തന്നെ ഇല്ലേ. അത് വളരെ യങ് ഏജിലേ സ്പോയിലായി പോവുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ഇരുന്നാൽ നമ്മൾ കാണാറുണ്ട് വളരെ യങ് ഏജിൽ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി അത് വളരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെ തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ സെൽഫ് ഡയറ്റൊക്കെ എടുത്തു വളരെ വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അത് ആദ്യം അഫക്റ്റ് ചെയ്യുക നമ്മുടെ കിഡ്നി പോലെ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻസ് അങ്ങനത്തെയൊക്കെ ഇതിനെ ബാധിക്കുന്നതായിട്ടും ഒക്കെ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരണമെങ്കിൽ അവിടെയും നമ്മൾ എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടി ഇപ്പം ഒരു ജിമ്മിൽ ഒരു ട്രെയിനർ എങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ട്രെയിൻ ചെയ്യിക്കുന്നോ, ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രം പോരാ ഒരിക്കലും ഒരാൾ ഫിറ്റായിട്ടിരിക്കാൻ, അതിൻ്റെ കൂടെ ന്യൂട്രീഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം ആ പേഷ്യൻ്റ് ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ എടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ദിവസവും നിത്യേന വിവിധങ്ങളായിട്ടുള്ള ഡയറ്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക റെമഡി പറയും, ഇന്നത് ചെയ്താൽ 50 ടൈംസ് നമ്മളത് വെയിറ്റ് ലോസ് ചെയ്യും, ആ രീതിയിലുള്ള പലതരത്തിലുള്ള ഡയറ്റുകൾ. അതിന് പുറമെ തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല പേജുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഉള്ള ആളുകളായിക്കോട്ടെ, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് 25 പഴം തിന്നു, പിന്നെ ഒരു 10 ചപ്പാത്തി തിന്നു, 4 മുട്ടായി തിന്നു, ഈ രീതിയിലേക്ക് പറഞ്ഞ ആളുകളെ ഫോളോ ചെയ്യുന്ന ആളുകൾ തുടക്കത്തിൽ നമ്മളിത് കണ്ടു. പിന്നീട് ഇതേ പാറ്റേണിലേക്ക് നിരവധി ആളുകൾ അത് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നതും കണ്ടു. ഇത്തരത്തിലുള്ള ആളുകളെ ഭാവിയിൽ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ ന്യൂട്രീഷണലി മാൽനറിഷ്ഡ് ആവാനുള്ള സാധ്യതയാണ് അവിടെ ഭയങ്കര കൂടുതൽ. ഇപ്പം മാൽനറിഷ്ഡ് എന്ന് പറയുമ്പം അതൊരു അണ്ടർ വെയ്റ്റും മാത്രമല്ല, അവർ മേ ബി ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല ചിലർ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്. അതൊരു ഓവർ വണ്ണത്തിലേക്കും, അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ഇൻറ്റേർണലി നമ്മുടെ പല അവയവങ്ങളെ തന്നെയും ബാധിക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഒരു റെസ്ട്രിക്റ്റീവ് ഡയറ്റിൽ പോകുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ സ്കിൻ ടോൺ എല്ലാം പെട്ടെന്ന് മാറണു, ഹെയർ ഫോൾ പെട്ടെന്നായി, അങ്ങനത്തെ ഇഷ്യൂസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലംസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതൊന്നും ആൾക്കാർ ബോധേഡല്ലേ, എങ്ങനെ എത്രയും പെട്ടെന്ന് 10 കിലോ വെയിറ്റ് 2 മാസത്തിലല്ലോ 1 മാസത്തിൽ കുറയ്ക്കാം എന്നാ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ ഇൻ എ മന്ത് എന്ന് പറയുന്നത് ഒരു 2 to 2.5 kg കൂടുതൽ വരണത് ഒരിക്കലും നല്ലതല്ല. അതായത് ഒരു വീക്ക്ലി നോക്കുവാണെങ്കിൽ ഒരു 1/2 kg അല്ലെങ്കിൽ ഒരു 700 gram വരെ അതൊരു ഹെൽത്തി റിഡക്ഷനാണ്. അതും ഒരു ഫുഡ് മാത്രം നോക്കി ഒരു ഭയങ്കര ഫുഡ് മാറ്റി നിർത്തി റെസ്ട്രിക്റ്റീവ് ഡയറ്റിൽ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഡയറ്റിൽ പോയി അങ്ങനെയൊന്നും അല്ല. പ്രോപ്പറായിട്ട് ഡയറ്റും നോക്കി അതിനോടൊപ്പം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും പോയാൽ ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വെയിറ്റ് കുറയും, അതേ സസ്റ്റെയിൻ ചെയ്യുള്ളൂ. ഇപ്പം നമുക്കറിയാം പലരും ഇങ്ങനെ ഒത്തിരി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തു വെയിറ്റ് കുറച്ചു. എന്തുകൊണ്ടാണ് അവർ വെയിറ്റ് നിർത്തുമ്പം നമ്മൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത് ഇത്രയും കോസ്റ്റൊക്കെ ബെയർ ചെയ്തിട്ടാണ് അവർ ഈ സപ്ലിമെൻറ്റ് മേടിച്ച് കുടിച്ചു, അവർ ഹെൽത്ത് പോലും ഒരു ബോധമല്ല. നിർത്തി എത്ര മാസങ്ങൾ വേണം, വെയിറ്റ് അതേപോലെ റീഗെയിൻ ചെയ്യും. അത് ഇന്നത്തെ എല്ലാ ഇങ്ങനത്തെ ക്രാഷ് ഡയറ്റ്സിനുള്ള പ്രോബ്ലം അതാ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾ ഡയറ്റ് മാത്രം നോക്കി ഫ്രൂട്ട് ഡയറ്റ് മാത്രം നോക്കി നിർത്തി വെയിറ്റ് അതുപോലെ റീഗെയിൻ ചെയ്യും. ഒരു ഹെൽത്തി പാറ്റേൺ പറഞ്ഞാൽ നമ്മൾ അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ വെയിറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കുറയണോ അതൊരു സസ്റ്റെയിൻ ചെയ്ത് പോകണം.
അപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന, എനിക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ചില ആളുകൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാൽ ഫുഡ് വ്ളോഗ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ അമിതമായ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ ഒരു ശരീരപ്രകൃതി നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അന്ന് എന്താണോ കണ്ടത് ആ രീതി. പക്ഷേ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു 10 പേർ കഴിക്കേണ്ട ഭക്ഷണം ഒറ്റ നിമിഷം കൊണ്ട് കഴിക്കുന്ന ആളുകളായിരിക്കാം. അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാകുക? അല്ല, അത് ഒരു പരിധി വരെ നമുക്കിപ്പോൾ എന്താ നമ്മുടെ മെറ്റബോളിസം അതിനൊരു ഇതാണ്. ചിലരിലിപ്പം മെറ്റബോളിസം വളരെ കുറവുള്ള ആൾക്കാരാണ്, വെയിറ്റ് അതിനനുസരിച്ചായിരിക്കും കുറഞ്ഞു തന്നെ. അല്ലെങ്കിൽ അവർ ജനറ്റിക്, ഇപ്പോൾ ചിലർ പറയും വെയിറ്റ് വെക്കണം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ വരും. നമ്മൾ ആദ്യം അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് ഹിസ്റ്ററി എങ്ങനെയാണ് അതിനനുസരിച്ച് അവർ എത്ര കഴിച്ചാലും അതൊരു പരിധി വരെ നമ്മൾ ഫുഡ് കഴിക്കണോണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു ജനറ്റിക് ഇൻഫ്ലുവൻസും അതിനകത്ത് നല്ലപോലെ ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഒരുപാട് മാറി. നമ്മൾ പുതിയ കുറേ, ഇപ്പോൾ അടുത്തിടെ വന്നൊരു പഠനം സൂചിപ്പിക്കുന്നത് മലയാളിയുടെ തിന്മേശയിൽ അരിഭക്ഷണങ്ങൾ കുറയുന്നു എന്നാണ്. നമ്മളൊക്കെ ഓവർനൈറ്റ് ഓട്സ് ആയിക്കോട്ടെ, ഇങ്ങനെ പല പല പ്രോഡക്ട്സ് നമുക്ക് കോമൺ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിലൊന്നാണ് ചിയാ സീഡ്, അതുപോലെ മില്ലറ്റുകൾ, ഇങ്ങനെ ഓട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ മില്ലറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കാർബോഹൈഡ്രേറ്റ് മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ? അത് ഒരു ആസ് എ ഡയറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഇത് മാറ്റി ഒരിക്കലും ഇത് മാറ്റണം എന്ന് ഞാൻ പറയില്ല. നമ്മൾ എത്ര പോർഷൻ കഴിക്കണം എന്നുള്ളതല്ല കാര്യം. അതായത് ഇപ്പം നമ്മൾ ചോറ് മാറ്റി ചപ്പാത്തി ആക്കി ഉള്ളൊരു മില്ലറ്റ് ആക്കി, എന്നിട്ടും നമ്മൾ കഴിക്കണം മില്ലറ്റ് പോർഷൻ വളരെ അധികം കഴിക്കുക. അല്ലെ ചോറ് മാറ്റി ചപ്പാത്തി കുറേ അളവിൽ കഴിക്കുക, ഞാൻ ചപ്പാത്തി ആക്കിയല്ലോ, അതൊരിക്കലും ശരിയാവില്ല. അവിടെ കാർബ് തന്നെയാണ് വരുന്നത്. എപ്പോഴും നമ്മുടെ മീൽ പ്ലേറ്റ് നോക്കി, നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ഒരു സെഡൻഡറി മോഡ് ഓഫ് ലൈഫാണ് ഇല്ലേ. പണ്ടത്തെ ആൾക്കാരൊക്കെയാണ് അറ്റ്ലീസ്റ്റ് മോഡറേറ്റ് എങ്കിലും ആക്ടിവിറ്റി ലെവലിൽ പോകുന്നുള്ളൂ. ഇപ്പോൾ ഒരു സെഡൻഡറി മോഡ് ഓഫ് ഇതിൽ പോകുന്നു പറഞ്ഞാൽ അവർക്ക് വേണ്ടിയ കാലറി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എനർജിയുടെ അളവ് കുറവാണ്. അതിലേക്ക് നമ്മൾ ആ പോഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ ദോശ മാറ്റി ഓട്സ് ആക്കണതിൽ അർത്ഥമില്ല. മനസ്സിലാവും. നമ്മുടെ മീൽ പ്ലേറ്റിൽ ഒരു ഹാഫ് ദ ഓളി എപ്പോഴും ഫൈബർ ഡെൻസ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ വരിക, പിന്നെ നമ്മുടെ ഓരോരുത്തരെയും റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു 1/4 എന്ത് കാർബാണോ നമ്മൾ കഴിക്കുന്നത്, അത് ചോറായിക്കോട്ടെ, വീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്സ് ആയിക്കോട്ടെ, മില്ലറ്റ് ആയിക്കോട്ടെ, അങ്ങനെ അടുത്ത ഒരു 1/4 അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് കിട്ടത്തക്ക രീതിയിൽ നോൺ വെജോ അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളോ അങ്ങനെ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ചോറിനെ കമ്പയർ ചെയ്യുമ്പോൾ മില്ലറ്റ്സിനും ഓട്സിനും ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പം ഓരോ ഇതിനും അതിൻ്റേതായ ന്യൂട്രിയൻസ്, ഇപ്പം നമ്മൾ ചോറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മൈക്രോ ന്യൂട്രിയൻസും മിനറൽസൊക്കെ കുറച്ചുകൂടി കൂടുതലാണ് മില്ലറ്റ്സിൽ. പിന്നെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം മില്ലറ്റ്സോ അല്ലെങ്കിൽ മില്ലറ്റ്സിനോ അല്ല ഓട്സിനെയൊക്കെ എടുത്ത്, ഓട്സിനെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഓടിപ്പോയി മേടിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ്, ഇപ്പം നമ്മളൊരു മൈദ എങ്ങനെ നല്ല പറയുന്നു, റിഫൈൻഡ് ആയതുകൊണ്ടാണ് വീറ്റ് ആണെങ്കിലും സെയിം ലൈക്ക് ഇൻസ്റ്റൻറ്റ് ഓട്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ 2 മിനിറ്റിൽ കുക്കാവണു, നമ്മൾ ആൾക്കാർ ഓവർനൈറ്റ് ഓട്സ് പോലെ ഇട്ട് വെക്കുന്നു, അതിലൊക്കെ ഫൈബറിൻ്റെ അളവ് വളരെ കുറവാണ്. ഇപ്പം മില്ലറ്റും ഓട്സിൻ്റെയും ഒരു ഗുണം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഫൈബർ ഡെൻസ്, അതായത് സ്ലോ റിലീസിങ് കാർബൺ എന്ന് പറയും. അതിൽ നാരിൻ്റെ അളവ് കൂടുന്തോറും അത് പതുക്കെ ദഹിക്കുകയുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് കിടന്നത് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യണതൊക്കെ ചോറിനെയോ അല്ലെങ്കിൽ വീറ്റിനെയോ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3 നേരം ഇതാക്കി മാറ്റുന്നതിൽ ഒരിക്കലും അർത്ഥമില്ല. മില്ലറ്റ്സ് ആയാലും ഓട്സ് ആയാലും അത് അതിൻ്റേതായ രീതിയിൽ, ഇപ്പോൾ ഓട്സൊക്കെ പോറിഡ്ജ് ആക്കണേ കഴിഞ്ഞാൽ അതിൻ്റെ പുട്ട് പോലെ, അല്ലെങ്കിൽ മില്ലറ്റ്സ് പോറിഡ്ജിനെ കഴിഞ്ഞും കുറച്ചുകൂടി അതിൻ്റെ നമുക്ക് ആ എളുപ്പത്തിൽ ദഹിക്കുന്നത് തടയുന്നതാണ് കുറച്ചുകൂടി അതിൻ്റെ വേ ഓഫ് കുക്കിംഗ് നമ്മളൊന്ന് മാറ്റിയാൽ, ഉപ്മാവ് പോലെ അങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. പക്ഷെ ഏതെടുത്താലും പോർഷനിലാണ് കാര്യം. ഇപ്പോൾ ചിയാ സീഡ് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്, ചിയാ സീഡ് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് 1 സ്പൂൺ അല്ലെ 2 സ്പൂൺ ചിയാ സീഡ് ഡെയിലി നമുക്ക് ഇൻടേക്ക് ചെയ്താൽ അത് നല്ലതാണെന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടോ? സീഡ്സ് ആണെങ്കിലും അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരു 20 to 30 ഗ്രാമിൽ കൂടുതൽ സീഡ്സ് നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. പക്ഷെ ഇന്ന് കണ്ടിട്ടുണ്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിയാസീഡ് പുഡിംഗ് എന്നാണ് പറയുന്നത്. ചിയാസീഡ് പുഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും കൂടുതലാണ് അതിനകത്തേക്ക് പോകുന്ന അളവ്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏത് സീഡ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ നമുക്ക് മിക്സ് ഓഫ് സീഡ്സ് ഡെഫിനറ്റ്ലി അതിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഇപ്പോൾ സോലബിൾ ഫൈബർ, പ്രോട്ടീൻസ്, അതുപോലെ സിങ്ക്, അങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസ്, ഒമേഗ 3 ഒരു നല്ല സോഴ്സാണ്. അപ്പോൾ പക്ഷേ അത് നമുക്ക് വേണ്ടിയ അളവിൽ ഒരു പെർ ഡേ ഒരു 15 to 20 ഗ്രാമിൽ ലിമിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പം അത് തന്നെ നമുക്കൊരു ഹൈപ്പർ വൈറ്റമിനോസിസ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒരാൾക്ക് വേണ്ടിയത് വളരെ മിനിമൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക്
നല്ലതാന്ന് കേൾക്കണ വഴി ആൾക്കാർ അതിൻ്റെ പുറകെ പോകുമ്പം അത് ആവശ്യമുള്ളതിലും കൂടുതലാണ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അത് എപ്പോഴും വിതിൻ ലിമിറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ കീറ്റോ ഡയറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ആദ്യമായിട്ട് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡയറ്റിനെ കുറിച്ച് അറിവില്ലാത്ത ഒരാൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ കീറ്റോ ഡയറ്റ് ആയിരിക്കാം. പക്ഷേ കീറ്റോ ഡയറ്റ് ഒരു യഥാർത്ഥത്തിൽ വെയിറ്റ് ലോസിനുള്ള ഒരു വഴിയല്ല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും കീറ്റോ ഡയറ്റ് വെയിറ്റ് ലോസിനുള്ള ഒരു വഴിയല്ല. ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ നമുക്ക് ചില ഡിസീസ് കണ്ടീഷൻസ് മാനേജ് ചെയ്യാൻ നമ്മൾ ഡെഫിനറ്റ്ലി കീറ്റോ ഡയറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ എപ്പിലെപ്സി, നമുക്ക് മെഡിസിൻസിനോട് റെസ്പോണ്ട് ചെയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് നമ്മൾ കീറ്റോ ഡയറ്റ് കൊടുക്കും. അതല്ലാതെ ഒരു വെയിറ്റ് റിഡക്ഷൻ എന്നുള്ള പർപ്പസിൽ വളരെ ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്? പിന്നെ അവർ കഴിക്കണത് ഇത്ര അളവിൽ മുട്ട, ഇത്ര ബീഫ്, ചിക്കൻ, ഫിഷ്, അവിടെ ഒരു വെജിറ്റബിൾ പോലും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഒരാളുടെ ഒരു ഐഡിയൽ വെയിറ്റ് അനുസരിച്ച് അവർക്ക് വേണ്ടി ഒരു പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻ ഓവർലോഡ് എന്നല്ല പറയേണ്ടത്, അതിലും കൂടുതൽ അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അത് നമ്മുടെ കിഡ്നിക്ക് തന്നെയാണ് വർക്ക് ലോഡ് ഉണ്ടാക്കുന്നു. അത് കിഡ്നി സ്റ്റോൺ ആയിട്ടല്ല, അസിഡോസിസ്, അങ്ങനത്തെ ഒത്തിരി കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളിലേക്കൊക്കെ അത് പോവാൻ സാധ്യതയല്ല, അത് പോകും. അത് പിന്നെ റിവേഴ്സ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. എക്സാക്ട്ലി കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ കഴിക്കുന്ന കാർബിനെ ഫാറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അങ്ങനെ കുറേ അത് പോപ്പുലർ ആണ് കുറച്ച്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അത് ഒത്തിരി തെറ്റായ രീതിയിലാണ് അതങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും കീറ്റോ ഡയറ്റ് ഒരു ലോങ് റൺ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവകാശപ്പെടുന്നത് ഇപ്പോൾ പ്രോപ്പർ ഡയറ്റീഷ്യനെ വെച്ച് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷണലിസ്റ്റ് ഉണ്ട് എന്ന മാനദണ്ഡത്തിൽ ചില ആളുകൾ പറയുന്നത് 3 മാസം കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം, 1 മാസം കൊണ്ട് 10 കിലോ കുറക്കാമെന്നതാണ്. അത്തരത്തിലൊരു വെയിറ്റ് ലോസ് അതൊരു ശാശ്വതമായിട്ടുള്ള വഴിയാണോ? അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ചിലപ്പോൾ ആ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടാവുക, വർക്കൗട്ട് ഉണ്ടാവും, ഒപ്പം ഡയറ്റ് കൂടെ ഫോളോ ചെയ്തിട്ടാവും. പക്ഷെ ഒരു സഡൻ പീരിയഡ്, ഒരു ചെറിയ ലോങ് ടേമിലല്ലാത്ത ഷോർട്ട് ടേമിലുള്ള ഈ ഒരു മാറ്റം അത് നമ്മുടെ ബോഡിക്ക് ബെനിഫിഷ്യൽ ആണോ? ഒരിക്കലും അല്ല. നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ചെറിയ പീരീഡിൽ കുറയ്ക്കുന്ന ഏത് വെയിറ്റും നമ്മൾ എന്ത് പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത് അത് നിർത്തണ വഴിയെ തിരിച്ച് വെയിറ്റ് വരികയും ചെയ്യും. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഒരു പ്രൊഫഷണൽ ഡയറ്റീഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല. നമുക്കറിയാം ഇന്നിപ്പോൾ ഒത്തിരി 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞവരും ഇന്ന് ഡയറ്റീഷ്യനും ന്യൂട്രീഷനിസ്റ്റും. ഇപ്പം നമ്മൾ ഏത് ഒരു ജംഗ്ഷൻ ചെന്നാലും നമുക്ക് അവിടെ കാണാൻ ഒരു ന്യൂട്രീഷൻ സെൻറ്റർ. എന്നാൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ശരിയായ രീതിയിലുള്ളതാണോ നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനൊരു ഷെയ്ക്ക് മാത്രം കുടിച്ചാൽ എൻ്റെ വെയിറ്റ് കുറയും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവകാശപ്പെടുമ്പോൾ ഇത് എത്രത്തോളം ആരോഗ്യകരമായ രീതിയിലാണെന്ന് ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിലെ ആളുകൾ അത് ചിന്തിക്കാതെ പോകുന്നത് വളരെ ശോചനീയമായിട്ടുള്ള കാര്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഒന്നാണ്, ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് വന്നതാണ് സ്മൂത്തീസ് ഒക്കെ. അപ്പോൾ നമ്മൾ പൊതുവേ വായിച്ചപ്പോഴൊക്കെ അറിയാൻ സാധിക്കുന്നത് ഫ്രൂട്ട്സ് ഒക്കെ, അതായത് ജ്യൂസ് അടിക്കാതെ അതിൻ്റെതായ രീതിയിൽ കഴിക്കണം, അതാണ് ഹെൽത്തിന് ബെനിഫിറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ സ്മൂത്തി ആവുന്ന സമയത്ത് നമ്മൾ അതിൽ പാൽ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഷേക്ക് രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ സ്മൂത്തീസ് നമുക്ക് ബെനിഫിഷ്യൽ ആണോ? സ്മൂത്തീസ് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണോ എന്നൊക്കെ അനുസരിച്ച് നമുക്ക് ഹെൽത്തി സ്മൂത്തീസും ഉണ്ടാക്കും. ഇപ്പം നമുക്കറിയുന്നതും എല്ലാവരും തിരക്കിട്ട ജോലിക്ക് പോകാനുള്ള തിരക്ക്, ചിലപ്പോൾ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള താമസക്കുറവ്, ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ആദ്യമേ ചോദിച്ചു ഫ്രൂട്ട് അതുപോലെ തന്നെ കഴിച്ചാൽ എപ്പോഴും ഫ്രൂട്ട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് ഫൈബർ കിട്ടും. ഇപ്പം നമ്മൾ ഫ്രൂട്ട് ഇപ്പോൾ സ്മൂത്തിയിൽ ഇടുന്നു, അത് സ്ട്രെയിൻ ചെയ്യാതെ എടുത്താൽ നമുക്കതിനകത്ത് ഫൈബർ നമുക്കതിനകത്ത് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹെൽത്തി സ്മൂത്തി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മളൊരു മീൽ റീപ്ലേസ് ചെയ്യാൻ ഒരു ഫ്രൂട്ട് ഇട്ട് അടിച്ചു, പാലിട്ടു, കുറച്ച് നട്ട്സ് അങ്ങനെ മാത്രമാവരുത്. നമുക്കവിടെ ഒരു കാർബും പ്രോട്ടീനും അവിടെ മൈക്രോ ന്യൂട്രിയൻസും വരത്തക്ക രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു റോൾഡ് ഔട്ട്സ് എന്തെങ്കിലും ഒരു സോക്ക് ചെയ്ത് വെച്ച് റോൾഡ് ഔട്ട്സ് ഇട്ടു, അതുപോലെ നമുക്ക് ആവശ്യത്തിന് അളവിൽ ഒരു നട്ട്സ് ഇട്ട് ഫ്രൂട്ട് ഇട്ടു, പാലിന് പകരം യോഗട്ട് എഗെയിൻ നമുക്ക് ഒത്തിരി നല്ലതാണ് സ്മൂത്തിക്ക്. ഇപ്പോൾ യോഗട്ട് നമുക്കറിയാം, നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ഗട്ട് കറക്റ്റായിട്ടിരുന്നാൽ ഈ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇപ്പോൾ പാലൊഴിക്കുന്നതിനെ കഴിഞ്ഞും പുളിയില്ലാത്ത തൈരിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഉൾപ്പെടെ നല്ലതാണ്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ബാലൻസ്ഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം.
PCOD ഇപ്പോൾ ഡോക്ടർ കോമൺ ആണ്. പെൺകുട്ടികൾക്കിടയിൽ ഒരു 10 പേരെടുത്ത് 7 പേർക്കും ചിലപ്പോൾ PCOD അല്ലെ PCOS ഉണ്ടാകാം. അപ്പോൾ PCOD വരാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ഒരു വെയിറ്റ് ഗെയിൻ മാത്രമാണോ, അല്ലെങ്കിൽ PCOD പല പല ആളുകളും പറഞ്ഞു കേട്ടുള്ളത് PCODക്ക് വേണ്ടി PCOD എന്ന കൺസേണിൽ ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ മരുന്ന് എടുക്കേണ്ട സാഹചര്യം ആയിട്ടില്ല, വെയിറ്റ് ലോസ് ചെയ്താൽ മതി എന്നുള്ളതായിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് എന്നുള്ളതാണോ ഇതിനുള്ളൊരു പരിഹാരം? എങ്ങനെയാണ് PCOD വന്നോ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വെയിറ്റിനെ ഒന്ന് ഐഡിയൽ ബോഡി വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷേ ആ ഒരു വെയിറ്റ് കുറയ്ക്കുന്നത് അതിപ്പോഴും ഒരു ഹെൽത്തി വേയിലായിരിക്കണം. ഇപ്പോൾ PCOD കറക്റ്റ് ചെയ്യണം, അതിവിടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിന് ഒത്തിരി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എത്രത്തോളം നല്ലപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത്, അതുപോലെ തന്നെ ലീൻ പ്രോട്ടീൻസ്, ഇപ്പോൾ ഫിഷ്, എഗ്ഗ് അങ്ങനത്തെയൊക്കെ ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസും ഇൻക്ലൂഡ് ചെയ്ത്, അതോടൊപ്പം കാപ്സിൻ്റെ അളവ് ഒരിക്കലും കയറി പോവാത്ത പോലെ, അത് ആ ഒരാൾക്ക് എത്ര റിക്വയർമെൻ്റ് ഉണ്ടോ ആ ഒരു അളവിലേക്ക് നിർത്തിക്കൊണ്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ PCOD നമുക്ക് ഈ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ PCOD റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു റെഡ്യൂസ് ചെയ്യാൻ അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണങ്ങൾ എന്താണ് ഡോക്ടർ PCOD വരാനുള്ള കാരണങ്ങൾ? അതിൽ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മെഡിക്കലി ഉള്ള കാരണങ്ങൾ നമുക്ക് അതൊഴിച്ച് ഫുഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒരു പരിധിവരെ കാരണങ്ങളാകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PCOD കാണുന്ന ഏതാ വളരെ യങ് ജനറേഷനിലാണ്. ഇന്നത്തെ ഫുഡ് ഹാബിറ്റ്സ് എന്താ, നമ്മൾ ഒത്തിരി ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പുറത്തുനിന്നുള്ള ഫുഡുകൾ ഡിപ്പെൻഡഡാ. ഇന്നിപ്പോൾ നമ്മൾ ജോലിക്ക് പോയി തുടങ്ങിയാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണേ അല്ലെങ്കിൽ ക്യാരി ചെയ്യണതിനെ കഴിഞ്ഞും ഔട്ട്സൈഡ് ഫുഡുകൾ കൂടുതൽ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഓവർ കാലറി ഡെൻസ് ആണ് ആ ഫുഡുകൾ. അതൊക്കെ ഒരു പരിധിവരെ ഇതിലേക്ക് ലീഡുന്നു. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പം നമ്മളൊരു പർപ്പസ്ഫുള്ളി ഒരാളൊരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പം ഒന്ന് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ എന്നാൽ നാളെ മുതലൊന്ന് ഫിറ്റ്നസ് നോക്കിയേക്കാം എന്ന് വെച്ച് അത്രയും ഒരു ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്യാത്തവൻ്റെ എക്സസൈസിന് എന്ത് പറ്റും, 2 ആഴ്ച കഴിയുമ്പോൾ അത് ഗ്രാജുവലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവും പിന്നെ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ വരുമ്പോൾ നമ്മുടെ ഫുഡിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ഇതിനൊരു പരിധിവരെ കാരണമാകുന്നുണ്ട്. ഫിറ്റ്നസ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയാൻ സാധിക്കുമെന്നറിയില്ല, പക്ഷേ അതായത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത് പ്രോപ്പറായി വർക്കൗട്ട് ചെയ്യണം എന്നാണ്. പക്ഷേ പുതിയൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വീക്കിൽ ഒരു 20 ഡേയ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഓക്കെയാണ്, നമ്മുടെ ഫിറ്റ്നസ് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ പല ആഡുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരം സാധ്യതകളെ കുറിച്ച് എന്താണ്? ഇപ്പോൾ നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 7 ഡേയ്സും നമ്മൾ ചെയ്തില്ല, അറ്റ്ലീസ്റ്റ് വീക്ക്ലി 5 ഡേയ്സ് ഇൻ എ വീക്ക് മിനിമം ഒരു, ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു നമ്മുടെ ഒരു ഗൈഡ് ലൈൻസ് പോലെ പറയുവാണെങ്കിൽ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാൾ 45 to 1 hour പെർ ഡേ നമ്മളൊരു മിനിമലി ഒരു രീതിയിലുള്ള എക്സസൈസ് ചെയ്താലാണ് ഒരു ഫിറ്റ്നസ്. അതിന് ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വിഗറസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ വലിയ ഒരു ബെനിഫിറ്റ് ഇല്ല. ഇത്തരം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ ഡോക്ടർ? അതായത് ഈ ഇപ്പോൾ ആഡ് കാണുന്നത് 20 ഡേയ്സിലൊക്കെ നമ്മൾ വീക്കിൽ ഒരു ദിവസം ചെയ്താൽ മതി, പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ല. പക്ഷേ അത്തരം സാധ്യതകൾ, സാങ്കേതിക വിദ്യകൾ ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ റെഗുലറായിട്ട് വർക്കൗട്ട്, ഇപ്പം നമ്മളൊരു 30 മിനിറ്റ്സ് ആണോ ചെയ്തുള്ളത്, റെഗുലറായിട്ട് പോകുന്നതാണ് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഒരു മെറ്റബോളിസവും ഇതെല്ലാം കറക്റ്റായിട്ട് നിൽക്കാൻ അത് തന്നെയാണ് നല്ല. ഇപ്പം നമുക്കൊരു ആലോചിക്കും, ഇപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കാർ കുറച്ച് നാളായിട്ട് ഡാൻസ് അങ്ങ് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്വിമ്മിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ കുറച്ച് നാളായിട്ട് അതങ്ങ് നിർത്തി. ഇതൊന്നും വേണ്ട, സ്ഥിരമായിട്ട് നടക്കാൻ പോകുന്നവർ, ഒരു മഴ സീസൺ വരുക, ഈ 2 മാസം ഞാൻ നടക്കണില്ല, അതിന് പെട്ടെന്നൊരു വെയിറ്റ് ഗെയിനിലേക്ക് തന്നെ അത് പോകും. എന്നു വെച്ചാൽ അത് പെട്ടെന്ന് അത് ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു മെറ്റബോളിസം ഉൾപ്പെടെ അത് ചേഞ്ച് ഉള്ളതായി തോന്നുന്നുണ്ടോ? അതിൽ നമുക്കൊരു ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയാൻ നമുക്ക് പറ്റില്ല. അത് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നത് നമ്മൾ ഇതുപോലെ വരുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന മെറ്റബോളിക് ചേഞ്ചസ് അതിൽ വരുന്നത് ഒരു പരിധി വരെ അത് വീണ്ടും വെയിറ്റ് ഗെയിനിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യതകൾ. എപ്പോഴും റെഗുലറായിട്ട് നമ്മൾ ചെയ്ത് പോരുന്ന ആ ഒരു ടൈം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഒരു ഫിറ്റ്നസ് ജേണിയിലേക്ക് കടക്കുന്ന ഒരാൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അയാൾ എന്തൊക്കെ ചെയ്യണം, പ്രോപ്പറായി ഏതൊക്കെ വേസിലൂടെ അയാൾ കടന്നു പോകണം? തീർച്ചയായിട്ടും ഒരു വെയിറ്റ് റിഡക്ഷൻ നമ്മൾ ചിന്തിക്കേണ്ട, ഒരു ഞാനൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾ പോലും
ഏറ്റവും നല്ലത് നമുക്കിന്ന് ഈസിലി അവൈലബിൾ ആണ് നമുക്കൊരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണാൻ. ഏത് ചെറിയ ഹോസ്പിറ്റലിൽ പോലും ഉണ്ട്. എപ്പോഴും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണതും അതൊരു കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഒരു ഡയറ്റീഷ്യനെ കാണുമ്പോൾ അവർക്കത് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് തരാൻ പറ്റും. വരുന്നയാളുടെ ഹൈറ്റ്, വെയിറ്റ്, അവർ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട്, ഇനി അഥവാ അവരൊരു ആക്ടിവിറ്റി ചെയ്യുന്നവരാണെങ്കിൽ അത് ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര നേരം അത് ചെയ്യുന്നുണ്ട്, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്ത്, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഇതെല്ലാം മനസ്സിലാക്കിയായിരിക്കും അവരൊരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ തരുന്നത്. അത് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഭക്ഷണത്തിലൊരു ക്രമീകരണവും അതുപോലെ തന്നെ ഒരു എക്സസൈസും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വെയിറ്റ് നമ്മുടെ ആ ഒരു കറക്റ്റ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു അത്യാവശ്യം തടിച്ചിട്ടുള്ള ശരീരപ്രകൃതിയുള്ള ഒരാളും മെലിഞ്ഞിട്ടുള്ള ശരീരപ്രകൃതിയുള്ള ആളും, പലപ്പോഴും ഈ തടിച്ച ആളുകൾക്ക് ആരോഗ്യമില്ല എന്നുള്ളൊരു ടോക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്നതാണ്. അപ്പോൾ തടി കുറച്ച് അധികമാണെങ്കിൽ അവർക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടോ? തടിച്ച ആളുകൾക്ക് ആരോഗ്യം ഇല്ല, അതൊരു ആരോഗ്യത്തിന്റെ മാനദണ്ഡം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ തടിയുള്ള ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഓവർ വെയിറ്റ് ആണ് പിന്നെ പല ഇതിലേക്കും ലീഡ് ചെയ്യുന്നത്. നമ്മുടെ ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, ഫാറ്റി ലിവർ, ഇതിലേക്കൊക്കെ ഈ ഓവർ വെയിറ്റ് ലീഡ് ചെയ്യുക. അപ്പം ആ ഒരു ബാലൻസ്ഡ് വെയിറ്റിൽ അല്ലെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റിൽ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമുക്ക് ഒരു പരിധി വരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താനും പറ്റും. അതാ ഒരു ഹൈപ്പർ ടെൻഷൻ വൺസ് വന്നു, അവർ ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ആ ഒരു കറക്റ്റ് വെയിറ്റ് റിഡക്ഷനും ഒക്കെ നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റിയ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ നിർത്താനും പറ്റും. ഫാറ്റി ലിവർ ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ പോലെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PCOD ഉള്ള ഒരാൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അലോങ് വിത്ത് ദാറ്റ് ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഉണ്ടാകുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? അതായത് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് രണ്ടിനെയും ബാധിക്കുന്ന ഘടകങ്ങളൊന്നാണോ? അല്ല, ഇന്നിപ്പോൾ നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ കോമണാണ്. പണ്ടൊക്കെ തന്നെ എസ്പെഷ്യലി നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോവിഡിനൊക്കെ ശേഷം, ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൾക്കാർ കുറേയും കൂടി ഭയങ്കര ഒരു സെഡൻഡറി ഇതിലേക്ക് പോയി, അവരുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു. അതും ഒരു പരിധിവരെ കാരണമാവാം. പക്ഷെ അതിനുശേഷമാണ് നമ്മൾ ഇത്രയും നോട്ടീസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നേരത്തെ പണ്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ആളുകൾ വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത് നിങ്ങൾ ഡ്രിങ്ക്സ് എടുക്കുമെന്നാണ്. ഇന്ന് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് അല്ല, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതും നമ്മൾ വളരെ യങ് ഏജിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ ഒരു റീസൺ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, ഫുഡ് ഹാബിറ്റ്സിലൊക്കെ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ഫാറ്റി ലിവർ വന്നു, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയണത് തന്നെ നമുക്ക് ആ ഒരു വെയിറ്റ് എത്ര കയറി നിൽക്കുന്നു അതിൽ നിന്നൊരു 10% ഹെൽത്തി വേയിൽ റെഡ്യൂസ് ചെയ്യാന്ന്. അതൊരു ഡ്രാസ്റ്റിക് റിഡക്ഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതൊരു അൺഹെൽത്തി വേയുമല്ല. അൺഹെൽത്തി വേയിൽ കുറഞ്ഞാൽ വീണ്ടും നമ്മുടെ ലിവറിനെ അത് ഇൻഫ്ലമേഷൻ കൂട്ടാനും വീണ്ടും അത് കണ്ടീഷൻ വേഴ്സൺ ചെയ്യാനാ ഇത് ചെയ്യുക. അത് എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സമീകൃത ആഹാരം ഫോളോ ചെയ്ത്, പക്ഷേ സമീകൃത ആഹാരം ഫോളോ ചെയ്യുമ്പോഴും അത് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയാതെ ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഫൈബർ ഡെൻസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ അളവിലെടുക്കുക. ഫ്രൂട്ടിന് നമ്മൾ ഓവർ മധുരമുള്ള ഫ്രൂട്ട്സ് അല്ലാതെ മധുരം കുറവുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഫ്രൂട്ടിലേക്ക് ഓവർ നമ്മളൊരു ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തരത്തിലുള്ള ലീൻ പ്രോട്ടീൻസ്, നമുക്ക് omega-3 റിച്ച് ആയിട്ടുള്ള ചെറു മീനുകൾ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, ചെറുപയർ, ഇതെല്ലാം നമുക്ക് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസ്. എന്നുവെച്ചാൽ നമുക്കറിയാം ലിവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റീജനറേറ്റിംഗ് ഓർഗനാണ്. ആ ഒരു ലിവറിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ. അപ്പം അതെല്ലാം അതിൻ്റെ ഒരു യഥാർത്ഥ പൂർവ്വസ്ഥിതിയിലേക്കാക്കാൻ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു ഗ്രേഡ് 2 വരെയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അതിലൊരു തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രേഡ് 1 ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഒക്കെ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഒരു ഡയറ്റ് മീൽ ഉണ്ടാകും. പല ഹോട്ടലുകളിലും അങ്ങനെയുണ്ട്. ചില ഹോട്ടലുകൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഡയറ്റ് മീൽ മാത്രം ഉൾക്കൊള്ളുന്ന ഹോട്ടലുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സോഴ്സുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ പൂർണ്ണമായിട്ടും? അത് അവരേത് രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്യണേ, അവരേത്
ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ ചെന്നു, അത് കഴിക്കണ ആളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവരുടെ മെൻറ്റാലിറ്റി മാറുമോ, എന്നാൽ പൊറോട്ട കഴിച്ചേക്കാം. അതേസമയത്ത് അവിടെ ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്. സാധാ ഹോട്ടലിൽ പോലും നമുക്ക് ഹെൽത്തി ഓപ്ഷൻസ് ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും സാലഡ്സ് കിട്ടും. അപ്പം അത് മേടിക്കണോ കഴിക്കണോ എന്നുള്ളത് ആ കഴിക്കണ ആളെ അനുസരിച്ചിരിക്കും. ഇപ്പം അവിടെ ഫ്രൈഡ് ചിക്കനും കാണും, ഗ്രിൽ ചിക്കനും കാണും, ചപ്പാത്തിയും കാണും, അല്ലെങ്കിൽ നാനും കാണും. അത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെപ്പറ്റി അവെയറാണ്, നമ്മളതിലേക്ക് എത്രത്തോളം ഇതൊക്കെ മാറാൻ നമ്മൾ വില്ലിങ് ആണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇതെല്ലാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പോർഷൻ സൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കൊരു ഇപ്പം എന്താ, ഒരിക്കലും നമ്മളൊരു പോർഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയും 1 ടൈം മീല് സ്കിപ്പ് ചെയ്തു, അല്ലെങ്കിൽ പോർഷൻ വല്ലാണ്ട് റെഡ്യൂസ് ചെയ്തു. എന്താ വെച്ചാൽ വിശന്നിരുന്നിട്ടാണെങ്കിലും ഒരു പിടിച്ചോറയുണ്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി മാത്രമേ തിന്നുള്ളൂ. അതിലല്ല കാര്യം. ഒരിക്കലും മീൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇന്ന് പല സ്റ്റഡീസും പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണവരാണ് ഏറ്റവും കൂടുതൽ ഓവർ വെയിറ്റ് കാറ്റഗറിയിലേക്ക് അവസാനം വരുന്നത്. എപ്പോഴും നമ്മൾ വെയിറ്റ് കുറയണോ, സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് അതിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുന്നത് വെയിറ്റ് കൂടുന്ന രീതിയിലുള്ള ഫുഡുകളാവരുത്. നമുക്കെപ്പോഴും വയറിന് ഫുൾനെസ് തരുന്നത്. അതൊരു ഇൻ ബിറ്റ്വീൻ നമ്മളൊരു സാലഡ്സ് എടുക്കുക. അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫൈബർ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സെറ്റായിട്ട് നിൽക്കും. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ പോർഷൻ തീർച്ചയായിട്ടും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കൊരു മീൽ പ്ലേറ്റ് നോക്കിയാൽ അതിൽ കൂടുതൽ വെജീസ് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫുൾനെസ് വന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ സോഴ്സും നമുക്ക് എളുപ്പത്തിൽ ഫുൾനെസ് തരുന്നത്. അപ്പം തന്നെ നമുക്ക് ആ കാർബിൻ്റെ പോർഷനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുമ്പോൾ നോൺ വെജ് ആയിട്ടുള്ള ആളുകൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കുള്ള പ്രോട്ടീൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് വെജിറ്റേറിയൻ ആൾക്കാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവർക്കും പ്രോട്ടീൻസ് കിട്ടണോ, നമ്മൾ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ നല്ലൊരു സോഴ്സാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് സോയാബീനൊക്കെ എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു ആനിമൽ പ്രോട്ടീൻസാണ്. അതുപോലെ തന്നെ നമുക്ക് മഷ്റൂംസ് ഇൻക്ലൂഡ് ചെയ്യാം, പനീർ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ പനീറൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ലോ ഫാറ്റ് ആയിരിക്കണം. ഈ ഫുൾ ഫാറ്റ് മിൽക്കിൻ്റെ ആകുമ്പം നമുക്ക് അതിനകത്ത് ഫാറ്റിൻ്റെ അളവും കുറച്ച് കൂടുതലായിരിക്കും. അതൊക്കെ ഹെൽത്തിയർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതും ആ പോർഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്കിതെല്ലാം മീറ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മുന്നേ കാണാത്ത തരത്തിൽ ഒരുപാട് സീഡുകൾ, ഫ്ലാക്സ് സീഡ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് നമ്മൾ ഒരു 20 to 30 ഗ്രാം നമുക്ക് ഒരു ദിവസം എടുക്കാം. നട്ട്സ് ആണെങ്കിലും നമുക്ക് എപ്പോഴും, ഇപ്പം ഞാനിങ്ങനെ പിടിച്ച എൻ്റെ ഫിസ്റ്റ്ഫുള്ളാണ് എനിക്ക് ഹെൽത്തി. അതുപോലെ അടുത്തയാൾ പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ ഫിസ്റ്റ്ഫുൾ നിൽക്കുന്നതാണ് നമുക്കൊരു ദിവസം ആക്ച്വലി ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതൊന്നും നമുക്ക് രുചിയപ്പോഴും നട്ട്സ് കഴിക്കാൻ, അത് റോസ്റ്റഡ് സോൾട്ടഡ് അങ്ങനെ പോകരുത്. പ്ലെയിൻ നട്ട്സ് ആണ് എപ്പോഴും നല്ലത്. മിക്സ് ഓഫ് നട്ട്സ് നമുക്ക് എടുക്കാം. പല ഫ്ലേവറിലുള്ള നട്ട്സ് ഇപ്പോൾ അവൈലബിൾ. നമ്മൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഏറ്റവും ഒരു ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളതിനല്ല, എന്ത് കഴിക്കുന്നു എന്നുള്ളതിനും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഫിറ്റായിട്ടിരിക്കാൻ. ഇപ്പം നമ്മൾ കേരളത്തിലെ ആൾക്കാർ പൊതുവേ ഇപ്പം നമ്മളൊരു യങ് ജനറേഷനെ വിട്, അല്ലാത്തൊരാൾക്കാരെ എടുത്താൽ ഫുഡ് കഴിച്ചു എന്നതാ കഴിച്ചേക്കണേ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ ഒരു ഏജ് ആയവരാണ്, ഒരു 3 നേരം എന്തെങ്കിലും ചോറ് കഴിച്ചു, അല്ലെങ്കിൽ അവരൊന്നും നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ അവരതിനെപ്പറ്റി അത്രത്തോളം ഒരു അവെയർ അല്ല ശരിക്കും. പക്ഷെ അവിടേക്കാണ് നമ്മളൊരു ഫിറ്റായിട്ടിരിക്കാൻ ആവശ്യത്തിന് അളവിലുള്ള എല്ലാ പോഷകങ്ങളും കിട്ടത്തക്ക രീതിയിലുള്ള ഫുഡ് നമ്മൾ കഴിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയത് ഈ അനോറക്സിയ നെർവോസ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ എനിക്ക് ഏറ്റവും ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു യങ് ജനറേഷനിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ അറിയാതെ പോവും ഇങ്ങനൊരു ഈറ്റിംഗ് ഡിസോർഡർ ഈ കുട്ടികളിലുണ്ട്. അത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർക്കൊരു സപ്പോർട്ട് വരേണ്ടത്. അവരെ കൂടുതൽ ഇപ്പം സ്കൂളുകളിൽ തന്നെ കൂടുതൽ അവയർനെസ് സെഷൻസ് കൊടുക്കാം. അതായത് ഇപ്പം നമ്മളൊരു അവയർനെസ് കൊടുക്കുക, അപ്പോൾ ഒരു ന്യൂട്രീഷൻ സെഷൻസ് പോലെ, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കുറച്ചൊക്കെ പോർഷൻസ് ഉണ്ടാകും. പക്ഷെ അതൊന്നും അവർ അതിൻ്റേതായ ഒരു ഇതിലെടുക്കില്ല. ഇപ്പം നമ്മളൊരു പച്ചക്കറി എന്തിനു കഴിക്കണം, അല്ലെങ്കിൽ ഈ നമ്മൾ എന്തുകൊണ്ട് എന്നും ചോറുണ്ണണം, അല്ലെങ്കിൽ ഫുഡുകൾ കഴിക്കണം, അത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഹെൽത്തിന് ദോഷം ഉണ്ടാവാം, അതൊക്കെ അവർക്ക് ഇപ്പം നമ്മൾ ഫാമിലിയിൽ പാരൻസ് പറയുന്നതിനെ കഴിഞ്ഞ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കാ പറ്റുന്ന?
ടീച്ചേഴ്സിന് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അവരെ ഒരു ഫൺ ആക്ടിവിറ്റിയോട് കൂടി ഒരു സെഷൻസ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുക, അതിനൊക്കെ ഒത്തിരി കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ ചെയ്യുന്നത് ഒത്തിരി വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ പേരൻസ് ആയാലും കുട്ടികൾ എങ്ങനെയാണ് കഴിക്കുന്നത്, അവരുടെ കഴിക്കുന്ന രീതികൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ, അതല്ലെങ്കിൽ എപ്പോഴും ഒരു വെയിറ്റിനെ കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ. അപ്പം നമുക്കറിയാം ഈ ഒരു ഏജ് ഗ്രൂപ്പിലെടുത്ത കൂടുതൽ കുട്ടികൾ ആരാണോ അയ്യോ എൻ്റെ വെയിറ്റ് കൂടുതലാണോ അങ്ങനെ പറയുന്നവരാണ് ഗ്രാജുവലി പെട്ടെന്ന് ഇതിലേക്ക് പോകുന്നത്. എപ്പോഴും അവർക്ക് അതിൻ്റെ കറക്റ്റായിട്ടൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കറക്റ്റായിട്ടൊരു ന്യൂട്രീഷണലി അവരെ അവെയർ ആക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഈ ആൽമണ്ട്സ് ഉണ്ടല്ലോ ഡോക്ടർ, ഇപ്പോൾ നമുക്കൊരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണല്ലോ. പലരും, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സോക്കഡ് ആൽമണ്ട്സ് കഴിക്കാം, പക്ഷേ സോക്കഡ് ആൽമണ്ട്സ് തൊലി കളഞ്ഞ് വേണം കഴിക്കാൻ വേണ്ടി, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, ഒഴിവാക്കാം. അങ്ങനെ എന്തെങ്കിലും ആൽമണ്ട് അതുപോലെ തന്നെ വാൾനട്ടിൻ്റെ ഒക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നട്ട്സൊക്കെ നമുക്ക് ഗുണമുള്ള ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ കുറേ ന്യൂട്രിയൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഈ ഫൈറ്റേറ്റ്സ് ഒക്കെ പോലെയുള്ള ന്യൂട്രിയൻ ഇൻഹിബിറ്റേഴ്സ് ഉള്ളപ്പോൾ എന്ത് പറ്റും, നമ്മളിത് സോക്കാക്കാതെ എടുത്തു കഴിയുമ്പം ഈ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്നേ ഉള്ളൂ, നമ്മുടെ ബോഡിക്ക് ഇത് ബയോ അവൈലബിൾ ആവില്ല. അപ്പം അത് നമ്മുടെ ശരീരത്തിലേക്ക് എളുപ്പത്തിൽ ദഹിച്ച് അത് യൂട്ടിലൈസ് ചെയ്യണോ, അതൊന്ന് മിനിമം ഒരു 6 to 8 hours സോക്കാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ആൽമണ്ട്സ് നല്ല ഫൈബർ ഡെൻസ് ആണ്, അങ്ങനെ എടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് മില്ലറ്റ്സ്. ഇന്ന് മില്ലറ്റ്സ് വളരെ പോപ്പുലറാണ്. ഇപ്പം എന്നാൽ മില്ലറ്റാണ് കഴിക്കുന്നത്, അത് ഓടിയെടുത്തു പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഞ്ഞി പോലെ വെച്ചു, അല്ലെങ്കിൽ പോറിഡ്ജ് പോലെ കഴിച്ചു. എഗെയിൻ ഇപ്പം നമ്മൾ ആൽമണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ന്യൂട്രിയൻ ഇൻഹിബിറ്റേഴ്സ് ഈ മില്ലറ്റ്സിലും ഉണ്ട്. അത് മിനിമം ഒരു 6 to 8 hours സോക്ക് ആക്കിയാലാണ് അത് നമ്മുടെ ബോഡിക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ന്യൂട്രിയൻസ് കൺവേർട്ടായി നമുക്ക് എപ്പോഴും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൂ. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ചിലപ്പോൾ നമ്മൾ ഒത്തിരി കഴിക്കുന്നുണ്ടാവും, പക്ഷെ അത് വേണ്ടിയ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. താങ്ക് യു.